ഹലോ, ഞാനിപ്പോൾ ഇവിടെ നീലാംബരി ഫ്ലവർ സ്റ്റുഡിയോൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പം കുറച്ച് പൂക്കളൊക്കെ കണ്ടാലോ? ഈ പൂ കണ്ടാൽ നമുക്ക് തോന്നും ആർട്ടിഫിഷ്യൽ ഡ്യൂപ്ലിക്കേറ്റ് പൂവാ തോന്നും. പക്ഷേ ഇത് ഫ്രഷ് ഫ്ലവറാണ്. നമുക്ക് തൊട്ട് നോക്കി പോവും ഇത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം ഫ്രഷ് ഫ്ലവറാണ്. ഇതിൻ്റെ കളറ് കണ്ടാൽ നമുക്ക് അത്രയും എന്ത് രസമാണ് കാണാൻ. ഇനി ഇതിൻ്റെ അകത്താണ് വേറൊരു മായാലോകത്തേക്കാണ് പോകുന്നത്. ഫ്രണ്ടിലൂടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇനിയാണ് കാണാനുള്ളത്. ഇതൊക്കെ കണ്ടാൽ ഇത് പ്ലാസ്റ്റിക് പോലെ തന്നെ തോന്നും. ഞാൻ തന്നെ ഇവിടെ ഒരു ഈ പൂവൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഫ്രഷാണോ ആർട്ടിഫിഷ്യലാണോ. ഈ പൂവ് ഞാൻ തൊട്ട് നോക്കി ഈ വയലറ്റ് സൈഡിൽ കൂടി വന്നപ്പോൾ, പക്ഷേ അതും ഫ്രഷ് ഫ്ലവറാണ്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ ഗിഫ്റ്റിൻ്റെ ഇതിലാണ് ഈ ഫ്ലവറൊക്കെ വെച്ചത്. അപ്പം ഏത് തരം ബർത്ത്ഡേക്കോ അല്ലാതെ എന്തെങ്കിലും പാർട്ടിക്കോ ഒക്കെ വെക്കാൻ പറ്റിയ ഫ്ലവേഴ്സുകളാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. പക്ഷേ ഏതാ ആർട്ടിഫിഷ്യൽ ഏതാ ഫ്രഷ് നമുക്ക് മനസ്സിലാവില്ല. രണ്ടും ഒരുപോലെ ഉണ്ട്. അങ്ങനെ ആണ് കളറുകളുള്ളത്. പിന്നെ ഈ സൈഡിലേക്ക് പോയപ്പോൾ ഇവിടെ കുറേ ഗിഫ്റ്റ് ഐറ്റംസാണ്. ഷോക്കേസിൽ വെക്കാൻ പറ്റിയത്, നമ്മൾ ഈ ഹൗസ് വാമിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ കൊടുക്കാൻ പറ്റിയത്, പിന്നെ ഓഫീസുകളിലേക്കുള്ള അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചില്ലിൻ്റെ, പലതരം മെറ്റലിൻ്റെ, മരത്തിൻ്റെ, പ്ലൈവുഡിൻ്റെ, പിന്നെ ചാക്കുനൂലിൻ്റെ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം എങ്ങോട്ട് നോക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. കുട്ടികൾക്ക് പറ്റിയ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. നമ്മളിപ്പം ഒരു ഫങ്ഷനൊക്കെ പോകുമ്പം കൊടുക്കാൻ പറ്റിയ ഒരുപാട് തരമുണ്ട്. കണ്ടില്ലേ, അടിപൊളിയല്ലേ? മരത്തിൻ്റെയും കളിമണ്ണിൻ്റെയൊക്കെ ആയിട്ട് ഹാങ്ങിങ് ആയിട്ടുള്ളതും, മരത്തിൻ്റെ ഇത് നല്ല ഓരോ മൃഗങ്ങളെയൊക്കെ ആക്കി വെച്ചാൽ അതിനൊക്കെ നല്ല ഫിനിഷിങ്ങിലാട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കൂലേ എൻഗേജ്മെൻറ്റിനും ബർത്ത്ഡേക്ക് അങ്ങനെയൊക്കെയുള്ള ആ മരത്തിൻ്റെ അങ്ങനത്തെ ആ തരമുണ്ട്. പിന്നെ ഇവിടെ കൃഷ്ണൻ്റെ പ്രതിമ, പിന്നെ കുറച്ച് ഫോട്ടോസുകൾ, അങ്ങനെ പലതരം. ഇതിനകത്ത് കയറിയപ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന പോലെയാണ്. അത്ര കളർഫുള്ളായിട്ടത് ഇതിനകത്തുള്ളത്. ഇത് എവിടെയാ ഈ സ്ഥലം എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തെ പോകുന്ന വഴി അഗസ്ത്യമൊഴിയിലാണ് ഇതുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.